അമാൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ കായ്ച്ച് കിട്ടിയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് തൈകൾ വീഡിയോ ഒക്കെ ആയിട്ടുള്ളതാണ്. നമ്മൾ എളുപ്പത്തിൽ കായ്ച്ച് കിട്ടുന്നതും അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റുള്ള നമ്മുടെ വീട്ടിൽ കായ്ച്ചിട്ടുള്ള ഫ്രൂട്ടുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. നമ്മൾ പല തൈകളും നഴ്സറി പോകുമ്പോൾ അതും ഇതൊന്നും വാങ്ങി വെക്കാതെ നമുക്ക് എളുപ്പത്തിൽ കായ്ച്ച് കിട്ടുന്നതും കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളതും ആയിട്ടുള്ള കുറച്ച് തൈകളൊക്കെ വാങ്ങി വെക്കുകയാണെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ പലതരം ഫ്രൂട്ട്സൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കഴിക്കുകയും ചെയ്യാം. നമുക്കങ്ങനെ അതൊന്നും പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് അബിയുവിൻ്റെ മരമാണ്. ഇത് നമുക്ക് നന്നായിട്ട് കായ്ച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഇപ്രാവശ്യം എന്താ രണ്ടാമത് ഒക്കെ പൂവിട്ട് കൊണ്ട് ഇരിക്കുന്ന സമയമാണ് ഈ സമയത്ത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം വലിയ തൈ തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ തന്നെ നമുക്ക് കുരു മുളപ്പിച്ച് ഇട്ടിട്ടുള്ള അങ്ങനത്തെ തൈയാണ് അബിയുവിൻ്റെയൊക്കെ തൈ വാങ്ങാൻ കിട്ടുക. അത് നമ്മൾ കുറച്ച് വലിയ തൈ തന്നെ നോക്കി വാങ്ങുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കായ്ച്ച് കിട്ടും ചെയ്യും. ഒരു 3-4 വർഷം കൊണ്ട് കായ്ക്കണ കുരു കുഴിച്ചിട്ടാൽ തന്നെ കായ്ക്കണ മരമാണ്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിയപ്പോൾ കുറച്ച് വലിയ മരമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു രണ്ടാമത്തെ കൊല്ലം തന്നെ നന്നായിട്ട് കായ പിടിച്ച് കിട്ടിയിട്ടുമുണ്ട്. ആദ്യത്തെ പ്രാവശ്യം നന്നായിട്ട് പൂവിട്ട് പോയി, പിറ്റത്തെ പ്രാവശ്യം പിന്നെ ഉണ്ടായപ്പോൾ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജൈവവളത്തിൻ്റെ കൂടെ തന്നെ ഇതിന് ഡാപ്പും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് അടിവളമൊക്കെ ആയിട്ട് കൊടുക്കൽ. അതുപോലെ പൂവിടുന്ന സമയത്ത് SOP അതും അടിച്ചു കൊടുക്കും ഒരു 15 ദിവസം കൂടുമ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മൾ പൂവൊന്നും അധികം കൊഴിഞ്ഞു പോവാതെ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. ഇത് പിന്നെ ഇതിൻ്റെ ഫ്രൂട്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പഴം തന്നെയാണ്. ഇതിൽ നമ്മൾ വീട്ടിൽ 2-3 മരങ്ങളൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം പൂവൊക്കെ ഇട്ട് കായ്ക്കാതെ പോയപ്പോൾ പലരും പറയുന്ന കേട്ടിരുന്നു ഒരു മരം കൂടി അടുത്ത് പൂവൊക്കെ ഇട്ടതൊന്ന് കുഴിച്ചിടുകയാണെങ്കിൽ എളുപ്പത്തിൽ പിടിച്ച് കിട്ടുന്നു. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വേറൊരു തൈയും കൂടി അതിൻ്റെ അടുത്ത് വാങ്ങി വെച്ചതാണത്. അതൊരു പൂവൊക്കെ ഇട്ടൊരു തൈ തന്നെ വാങ്ങി കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഇതുമ്മി നന്നായിട്ടുണ്ടായി, അതുമ്മി ഉണ്ടായി. അപ്പോൾ 2 തൈമൊന്നും നമുക്ക് ഫ്രൂട്ട്സ് കിട്ടും ചെയ്തു. അതുകൊണ്ട് നമുക്ക് കായ്ക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊരു പരീക്ഷണം കൂടി നടത്തിയാൽ മതി. അടുത്തൊരു മരം കൂടി നമ്മൾ വേറൊന്ന് വാങ്ങി വെച്ച് നോക്കിയാൽ മതി. ഒരു പൂവൊക്കെ ഇട്ട് കുറച്ച് വലിയൊരു തൈയും കൂടി അതിൻ്റെ അടുത്ത് വാങ്ങി വെക്കുകയും ചെയ്താൽ എളുപ്പത്തിൽ കായ്ച്ച് കിട്ടും. അപ്പോൾ നമ്മളിത് നന്നായിട്ട് കായ്ച്ച് കിട്ടിയിരുന്നു. ഒരു പ്രാവശ്യം നമുക്ക് പൂവിട്ട് പോയപ്പോൾ തന്നെ നമ്മൾ ആ രീതിയിലൊക്കെ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ പിന്നീട് പിറ്റത്തെ വർഷമായപ്പോഴത്തേന് നന്നായിട്ട് പൂവൊക്കെ പിടിച്ച് നമുക്ക് കായ്ഫലം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ അത്യാവശ്യം നല്ല വലിയ സൈസ് പഴങ്ങളാണ്. നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതൊന്ന് നമ്മളൊന്ന് പിന്നെ പഴുത്തിട്ട് കിട്ടിയതിൻ്റെ ശേഷം നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളൊന്നും കൂടി ഒന്ന് കട്ട് ചെയ്യുമ്പോഴൊക്കെ ഒന്ന് പിന്നെ നന്നായിട്ടൊരു കട്ടിയായിട്ട് വരും ചെയ്യും. അപ്പോൾ നമുക്കത് കട്ട് ചെയ്യാനും അതിൻ്റെ നടുവിൽ അതിൻ്റെ സീഡ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കുരുവും കൂടി മുറിക്കാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് അതുപോലെ നമുക്ക് വേറൊരു തൈ ഉള്ളതാണ്. ഇതിൻ്റെ പഴങ്ങൾ കുറച്ച് ചെറുതാണ്. ഇത് തൈയും വേഗത്തിൽ കായ്ക്കും ചെയ്തു. ഇത് തൈയും അത്യാവശ്യം വലിയ വലിപ്പമൊന്നും വെച്ചില്ല, അതിൻ്റെ മുന്നേ തന്നെ വേഗം കായ്ച്ച് കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് പിന്നെ കുറച്ചൊരു ചെറുതാണ് ഇതിൻ്റെ പഴങ്ങളൊക്കെ. ഇതിൻ്റെ ഉള്ളിൽ കുരു അധികമായിരുന്നു. ഒരു 4 കുരുവൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഓരോ പഴത്തിൻ്റെ ഉള്ളിലും. അതുകൊണ്ട് തന്നെ നമുക്കധികം ഇതിൻ്റെ ഉള്ളിൽ കഴിക്കാനോട്ടില്ല. മറ്റേത് അതുപോലെ 2 കുരുവാണ് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം നല്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് അതിൻ്റെ പഴം കഴിക്കാനുള്ളത് ഉണ്ടായിരുന്നു. ഒരു തോല് പുറത്ത് കട്ടില്ലാതെ അതിങ്ങോട്ട് കുറച്ച് കട്ട് ചെയ്താൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളിങ്ങനെ ഇളനീരിൻ്റെയൊക്കെ അതുപോലെ ഒരു പനന്നൊങ്കിൻ്റെയൊക്കെ കരിമ്പനത്തേങ്ങ ഉണ്ടല്ലോ അതിൻ്റെ നൊങ്ക് വാങ്ങൂല, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് അതേപോലെ ഇളനീരിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ആ പഴത്തിനുള്ള ടേസ്റ്റ്. ഇതിൻ്റെ പുറം ഭാഗം കുറച്ചൊരു കട്ടിയും ഉള്ളിൽ നല്ലൊരു ഇങ്ങനെ നമ്മളൊരു സ്പൂൺ കൊണ്ടൊക്കെ തോണ്ടി കഴിക്കണ രീതിയിലാണ് ഇത് കഴിക്കുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സീഡൊന്നും കട്ട് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനും. അപ്പോൾ നമുക്ക് പിന്നീട് അത് കുഴിച്ചിട്ട് അയിമന്ന് തന്നെയാണ് നമ്മൾ പിന്നെ കുരു മുളപ്പിച്ച് തൈ ഉണ്ടാക്കിയെടുക്കുക. ഇത് അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ടായിരുന്നു ഓരോ പഴങ്ങൾക്ക് തന്നെ. ഇതിൻ്റെ ഉൾഭാഗത്ത് ഇതുപോലെ ഇരിക്കുക, ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊന്നും കട്ട് ചെയ്യാത്ത രീതിയിൽ ഇങ്ങനെ എടുത്താൽ ആ കുരു നമുക്ക് വീണ്ടും തൈയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. നമ്മളിവിടെ തൈയൊക്കെ മുളപ്പിച്ചെടുത്തതിൻ്റെ ശേഷം പലർക്കും കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത് എന്നിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് അങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റുന്നതാണ്. ഇത് ജ്യൂസ് അടിച്ചാലും ഇങ്ങനെ കഴിക്കാനും ഒക്കെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മരം നമ്മൾ എന്തായാലും ഒന്ന് കുഴിച്ചിട്ടാൽ നമുക്കിത് ഉപയോഗമായിട്ട് കിട്ടണത് തന്നെയാണ്. ചിലതൊക്കെ നമ്മൾ വാങ്ങിക്കൊടുന്ന് വെച്ചാലും ചിലപ്പം കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല പല പഴങ്ങളും. ഇതിപ്പോൾ നല്ല ടേസ്റ്റുമാണ്. ഇതുണ്ടായി കിട്ടണമുണ്ട്, ഒരു കുഴപ്പമില്ല. നല്ല രീതിയിൽ നമ്മൾ വളം ചെയ്തെടുക്കുകയാണെങ്കിൽ കുറേ പൂവൊക്കെ പൊഴിഞ്ഞു പോയാലും അതിൽ കുറേ നമുക്ക് പിടിച്ച് കിട്ടുകയും ചെയ്യും. ഒരുപാട് മരം നിറയെ അതിൻ്റെ പൂവ്
ആ മരത്തുമ്മ തന്നെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പൂവും കായൊക്കെ ഉണ്ടാവുക. അത് നമുക്ക് നന്നായിട്ട് എന്നാലും കുറച്ചൊക്കെ കൊഴിഞ്ഞ് പോയാലും ബാക്കിയൊക്കെ അതിൽ കിട്ടുകയും ചെയ്യും. അത്യാവശ്യം വലിയ കുരുവാണ് ഇതിൻ്റെ കുരു. ഈ രീതിയിലാണ്. മറ്റേതിന് 4 കുരു ഉണ്ടായിരുന്നു. വേറൊരു മരം ഞാൻ കാണിച്ചില്ല, ചെറിയ ഇതാണ്, ഇതിൻ്റെ ചെറുതായിരുന്നു. പക്ഷേ അതിൻ്റെ പഴം ചെറുതുമാണ്, കുരു അതിൽ 4 ഉണ്ടാവും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കതിൽ അധികം കഴിക്കാനൊന്നും കിട്ടിയിരുന്നില്ല. പിന്നീട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാൻ പറ്റിയ മരം അതുപോലെ പേരക്കയാണ്. പേരക്ക ആകുമ്പോൾ നമുക്ക് ഏത് സമയത്തും പേരക്ക ഉണ്ടാവും. ഇതൊന്ന് വെരിഗേറ്റഡ് പേരയും അതുപോലെ ഒന്ന് അലഹബാദ് പേര എന്നറിയും, അതുമാണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഉള്ളിൽ പിങ്ക് കളറായിട്ടുള്ള അതാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഇപ്പോൾ ഈ 2 പേരയ്ക്ക്. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ ഇത് രണ്ടും വാങ്ങി വെച്ചാലും ഒരു കുഴപ്പമില്ല. അതിൽ ഈ അലഹബാദ് പേര ഇത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, അതുപോലെ നന്നായിട്ട് നല്ല ടേസ്റ്റും ഉള്ളതുമാണ്. എപ്പോഴും ഉണ്ടാവും ചെയ്യും. ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ അങ്ങനെ പൂൺ ചെയ്ത് നിർത്തിയാൽ തന്നെ നല്ല രീതിയിൽ ഇതുമ്മേ ഉണ്ടായി കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പേരക്കൊക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ തൊലിയൊക്കെ ചെത്തിയിട്ടൊക്കെ വേണ്ട കഴിക്കണമെങ്കിൽ. ഇതിപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാകുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പൊട്ടിച്ച് കഴിക്കുകയും ചെയ്യാം. ഒരു വെള്ളത്തിലിടണ്ടേ, തൊലിയൊക്കെ ഉപ്പ് വെള്ളത്തിലോ അങ്ങനെയൊക്കെ കഴുകിയിട്ടൊക്കെ നമ്മൾ എടുക്കുക പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ. അതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് നമ്മളെ ആവശ്യത്തിന് അങ്ങനെ പൊട്ടിച്ച് കഴിക്കുകയും ചെയ്യാം. ഇതാണ് അതുപോലെ മരമുന്തിരി. ഇതിപ്പോൾ ഇങ്ങനെ പൂവിട്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ പൂവാണ് ഇപ്പോൾ ഈ മരത്തുമ്മ തന്നെ പറ്റി പിടിച്ച് ഈ വെള്ള കളറിൽ കാണുന്നത്. ഇതിപ്പോൾ നിറയെ ഉണ്ടാവലുണ്ട്. പക്ഷേ ഇതിന് നല്ല വിലയൊക്കെ കൊടുത്ത് വാങ്ങണതാണ് ഈ തൈയിന്. മരമുന്തിരി എന്നറിയും. ഇത് മരത്തുമ്മ കൂടെ തന്നെ മുന്തിരി പോലെ ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുന്ന രീതിയിൽ. പക്ഷേ ഇത് ഒരു മുന്തിരിയുടെയൊക്കെ ഒരു ടേസ്റ്റാണ്. ഇതിൻ്റെ വിലയുടെ അനുസരിച്ചൊന്നും നമുക്ക് അത്ര വലിയൊരു ഉഷാറെന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് നല്ല വില കൊടുക്കും വേണം. അതിനനുസരിച്ചൊന്നും നമുക്കിത് കിട്ടുമൊന്നുമില്ല. ഇത് നമ്മൾ വീഡിയോയിലൊക്കെ കാണാതെ നന്നായിട്ട് ഉണ്ടായിട്ടൊക്കെ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. അതുപോലെ നമ്മളവിടെ അങ്ങനെയൊന്നും ഉണ്ടായാലൊന്നുമില്ല. നമ്മളിപ്പോൾ ഇതിന് വലിയ വില കൊടുത്ത് ഇതിപ്പോൾ അങ്ങനെ വാങ്ങി വെക്കണമെന്നില്ല. ഇനിയിപ്പോൾ അത്യാവശ്യമാണെങ്കിൽ വാങ്ങി വെച്ചാൽ മതി എന്ന് മാത്രം. അല്ലാതെ ഇതുമ്മേ പറയുന്ന അത്ര ഒരു ടേസ്റ്റൊന്നുമില്ല. ഇതാണ് സ്ട്രോബെറി പേര. ഇത് 2 കളറിലും ഉണ്ട്, യെല്ലോ കളറിലും ഉണ്ട്, അതുപോലെ റെഡ് കളറിലും ഉണ്ട്. ഇത് റെഡാണ്. ഇത് ചെറിയ പേരക്കയാണ്, പക്ഷെ നല്ല ടേസ്റ്റുള്ള പേരക്ക തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ കുരുവൊക്കെ കുറച്ചൊരു വലുപ്പത്തിലും അതേമാതിരി കളറ് നല്ല റെഡ് കളറായിട്ടുള്ള ഇതാണ്. ഇത് വേണമെങ്കിൽ ഒരു മരം വെച്ചാലും കുഴപ്പമില്ല. ഇത് നല്ല പേരക്ക തന്നെയാണ്. ഇതതുപോലെ കുറച്ച് വലിയ സൈസ് പേരക്കയാണ്. ഇത് VNR പേര എന്നറിയും. ഇത് അത്യാവശ്യം മരം വലിയ വലിപ്പമൊന്നുമില്ല, പക്ഷെ പേരക്ക നല്ല വലിപ്പത്തിലാണ്. ഇത് സ്ഥലം ഉണ്ടെങ്കിലൊക്കെ ഓരോന്ന് വെച്ചാലൊക്കെ നല്ലത് തന്നെയാണ്. ഇതിന് അത്യാവശ്യം നല്ല ഒന്ന് മുറിച്ചാൽ തന്നെ എല്ലാവർക്കും കഴിക്കാനുള്ള വലിപ്പത്തിലുള്ളത് കിട്ടും. ഉള്ളിൽ വെള്ള കളറായിട്ടുള്ളതാണ്. കുറച്ച് നല്ല കട്ടിയും ഇതൊക്കെ ആയിട്ട് കുറച്ച് വലിയ സൈസ് പേരക്കയാണ്. ഇതിൻ്റെ മരം വലിയ വലിപ്പമില്ലെങ്കിലും പേരക്കൊക്കെ നല്ല വലിപ്പം. പേരക്കയുടെ കനം കൊണ്ട് തന്നെ മരം ഇങ്ങോട്ട് ചാഞ്ഞു പോകും. അത്രയും പേരക്ക അതിന്മേൽ ഉണ്ടാവും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഒന്ന് വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള പേരക്ക നമുക്ക് ഇതുമ്മേൽ തന്നെ കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ കവർ ചെയ്ത് വെക്കണം, എന്നാലേ ഉള്ളൂ. അല്ലേ ഇപ്പോൾ ഈ കാലത്തൊക്കെ കിളികൾ ഇപ്പോൾ ചക്കയും മാങ്ങയൊക്കെ കഴിഞ്ഞ സമയമല്ലേ, അതുകൊണ്ട് തന്നെ പേരക്കൊക്കെ നന്നായിട്ട് കിളികൾ കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നോ രണ്ടെണ്ണമൊക്കെ കിളികൾക്ക് പുറത്ത് വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് കവർ ചെയ്ത് ഇങ്ങനെ നിർത്തുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കിട്ടും. അല്ലെങ്കിൽ എല്ലാതും കിളികൾ കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പേരക്കമ്മയും കവറിട്ടാൽ മാത്രമേ കിട്ടുള്ളൂ. അതുപോലെ പിന്നെ ഉള്ളതാണ് അതുപോലെ റംബുട്ടാൻ, അതുപോലെ അവക്കാഡോ നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ളത് തന്നെയാണ്. കുരു കുഴിച്ചിട്ടുണ്ടാക്കുമ്പോഴൊക്കെ ഒരു 9 വർഷം 10 വർഷമൊക്കെ പിടിക്കുമെന്ന് പറയും. ഇത് 4 വർഷം കൊണ്ടൊക്കെ കായ്ക്കും എന്നൊക്കെ പറഞ്ഞ് നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ 4 വർഷമൊക്കെ ആയിട്ടുമുണ്ട്. നന്നായിട്ട് വളർന്ന് വലുതായി. കഴിഞ്ഞ പ്രാവശ്യം പൂവിട്ട് ഇങ്ങാണ്ട് പോയി. അന്നൊന്നും ഒരു ഫ്രൂട്ട് പോലും പിടിച്ചതൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തതിലെങ്കിലും ഉണ്ടായി കിട്ടുമായിരിക്കാം. കാരണം ഒരു പ്രാവശ്യമൊക്കെ പൂവിട്ട് പോയാൽ പിന്നെ പിറ്റത്തെ പ്രാവശ്യം പിടിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമുക്ക് പിടിച്ച് കിട്ടിയാലൊക്കെ നല്ലതാണ്. നല്ല ഫ്രൂട്ടാണ്. നമുക്ക് പിന്നെ ജ്യൂസ് അടിക്കാനും അതുപോലെ സലാഡ് ഉണ്ടാക്കാനൊക്കെ നല്ലതാണ്. അവക്കാഡൊക്കെ ഉണ്ടായി കിട്ടുകയാണെങ്കിൽ. കണ്ടാൽ നല്ല വളർന്ന് പിന്നെ പൂവും കായൊക്കെ ഇടാനൊക്കെ ഉള്ള വലിപ്പമായിട്ടുണ്ട്. ഇനി അടുത്തതിലെങ്കിലും ഉണ്ടായി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുക. ഉണ്ടായാലേ നമുക്ക് ഉണ്ടായി എന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ ഇത് ചാമ്പക്കയാണ്. ചാമ്പക്ക ഇവിടെ 2 കളറിലുണ്ട്. ഇത് ചുവപ്പ് ചാമ്പക്കയാണ്, ചുവപ്പും വെള്ളയുണ്ട്. ഇതിപ്പോൾ കുട്ടികളൊക്കെ ഉള്ളിടത്തൊക്കെ നല്ലതാണ്. ഇഷ്ടം പോലെ ഉണ്ടാവും ചെയ്യും. കുറേ കിളികൾക്കും കുറേയൊക്കെ നമ്മളും ബാക്കി കുറേ കൊഴിഞ്ഞു പോവും. ആ രീതിയിൽ ഒരുപാട് ഉണ്ടായി കിട്ടുന്നതാണ് ചാമ്പക്ക.
അതുപോലെ ഈ മാവ് കുളമ്പ് മാവാണ്. ഇത് നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. ഇതിൻ്റെ മാങ്ങ ഇത് നമ്മൾ പച്ചക്കാണേലും പഴുത്തിട്ടാണെങ്കിലൊക്കെ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. നന്നായിട്ടുണ്ടാവും ചെയ്യും. അതുപോലെ കുറച്ച് മുൻപ് തന്നെ കിട്ടും ചെയ്യും. എല്ലാ മാങ്ങ ഉണ്ടാകണ മുൻപ് തന്നെ അതുണ്ടാവും ചെയ്യും. അതുപോലെ ഇത് റംബുട്ടാനാണ്. റംബുട്ടാൻ ഇത് നന്നായിട്ട് കഴിഞ്ഞ പ്രാവശ്യം കായ്ച്ച് കിട്ടിയിട്ടുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം മഴയൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ ഒരുപാട് ഉണ്ടായിട്ട് കൊഴിഞ്ഞു പോയി. ബാക്കിയൊക്കെ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇത് ലോങ്ങനാണ്. ഇതും നന്നായിട്ടുണ്ടായി കിട്ടിയിട്ടുണ്ട്. അതേപോലെ റംബുട്ടാൻ, ലോങ്ങൻ ഇതൊക്കെ നമുക്ക് എന്തായാലും കുഴിച്ചിട്ടാലും നമുക്ക് കായ്ച്ച് കിട്ടുന്നതാണ്. ഇത് വൈറ്റ് ലോങ്ങനാണ്. ഇതിൻ്റെ വേറൊരു കളറും കൂടി ഇവിടെ ഉണ്ട്. പക്ഷേ ഇതിനാണ് നന്നായിട്ടുണ്ടായി കിട്ടിയിട്ടുള്ളത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ പോലെ ഒന്നുമല്ല. നമ്മൾ വീട്ടിലുണ്ടായി കിട്ടുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇപ്പം നമ്മൾ പൊട്ടിച്ച് കഴിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ നല്ല ദശമുള്ള സൈസാണ് ഈ ലോങ്ങന്. ഉള്ളിൽ കുരുവൊക്കെ ചെറുതാണ്. പിന്നെ മുകളിലുള്ള ഭാഗമാണ് നല്ല വലുപ്പത്തിലും ആ രീതിയിലാണ്. ചിലത് കണ്ടിട്ടുണ്ട് കുരു എല്ലാം വലുതും അതിൻ്റെ മുകളിൽ ഉള്ള ദശ കുറവുമായിട്ടുള്ള. ഇത് പിന്നെ നല്ല പഴക്കം നല്ല കഴിക്കാൻ മാത്രമുണ്ട്. നല്ല മധുരമുണ്ട്. ഇതാണ് ബുഷ് ഓറഞ്ച്. ഇത് ഒരു മരം കുഴിച്ചിട്ടാൽ നല്ലതാണ്. നമുക്ക് ആരെങ്കിലുമൊക്കെ വന്നാൽ വേഗം വെള്ളം കലക്കാനൊക്കെ സുഖമാണ്. ഇഷ്ടം പോലെ ഉണ്ടായി കിട്ടും ചെയ്യും. നല്ല വെയിലൊക്കെ കിട്ടുന്നിടത്ത് കുഴിച്ചിട്ടാൽ മതി. ഇനി സ്ഥലമൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ വല്ല ഡ്രമ്മിലോ ചട്ടിയിലൊക്കെ കുഴിച്ചിട്ടാലും ഇത് നല്ല രീതിയിൽ തന്നെ ഉണ്ടായി കിട്ടുന്നതാണ്. ഇത് നമുക്ക് എന്തായാലും ഒന്ന് കുഴിച്ചിട്ടാൽ നല്ല ഉപകാരമുള്ളതാണ്. കാരണം ഒരു ഓറഞ്ചിൻ്റെ ടേസ്റ്റുമാണ്, നാരങ്ങൻ്റെ പുളിയായിട്ടുള്ളതാണ്. നമുക്ക് ആരെങ്കിലുമൊക്കെ വന്നാൽ പെട്ടെന്ന് പൊട്ടിച്ച് വെള്ളം കലക്കാനും, നമുക്ക് ക്ഷീണം ഇതൊക്കെ ആകുമ്പോഴൊക്കെ ഒന്ന് ഉപ്പിട്ട് വെള്ളം കലക്കാനും, പിന്നെ നാരങ്ങയുടെ ഉപയോഗമൊക്കെ നടക്കും. ഇതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഓറഞ്ചിൻ്റെ ടേസ്റ്റാണെന്നുള്ളൂ. ആ രീതിയിലുള്ളതാണ്. ഇതൊന്ന് കുഴിച്ചിട്ടാൽ നല്ലതാണ്. വലിയ വളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ വളമൊക്കെ ഇട്ട് കൊടുത്താലും ഇതുമ്പോൾ നന്നായിട്ടുണ്ടാവും. ഇപ്പോൾ പിന്നെ കുറച്ച് ഇല്ലാത്ത സമയത്തായതുകൊണ്ടാണ് അതിന് നല്ല രീതിയിൽ ഉണ്ടായി കിട്ടുന്നതാണ്. ഇതതുപോലെ ലോങ്ങൻ്റെ വേറൊരു കളറാണ്. ഇതുമ്മ വല്ലാതെ അങ്ങനെ അത്ര തന്നെ വൈറ്റ് ലോങ്ങൻ ഉണ്ടാകണ അത്ര തന്നെ ഇതുമ്മൊന്നും ഉണ്ടായി കിട്ടണില്ല. ഇതുമ്മ കായ്ച്ചിട്ടുണ്ട്. ഇത് പക്ഷേ ഇതിൻ്റെ കുരു വലുതും അതിൻ്റെ മുകളിലുള്ള പഴം കുറവും ആ രീതിയിലുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ ചാമ്പക്ക അതിന്മേൽ തന്നെ കട്ട് ചെയ്തൊക്കെ പിടിപ്പിച്ചെടുത്തിട്ടുള്ള തൈയാണ്. അത് വെറുതെ നമ്മളിങ്ങനെ ഡ്രമ്മിലൊക്കെ കുഴിച്ചിട്ടിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ ഇതാണ് ബ്ലാക്ക് ഞാവൽ. ഇത് തന്നെ നന്നായിട്ട് കായ്ച്ച് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുന്ന് വെച്ചപ്പോൾ തന്നെ പിറ്റത്തെ വർഷം തന്നെ കായ്ച്ച് കിട്ടിയതാണ്. ഇതും ഒന്ന് കുഴിച്ചിട്ടാലൊക്കെ നല്ലതാണ്. നമുക്ക് വേഗം പൊട്ടിച്ചെടുക്കാനൊക്കെ താഴത്തുനിന്ന് തന്നെ കിട്ടും ചെയ്യുമല്ലോ. ഉള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ചെയ്തിരുന്നു. അതുപോലെ ഇത് ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് നമ്മൾ വീഡിയോ ഒക്കെ മുൻപിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്കൊരു കൊല്ലത്തിൽ 2 പ്രാവശ്യം ഉണ്ടായി കിട്ടും. നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടും ചെയ്യും. പിന്നെ വാങ്ങണ പോരൊന്നുമല്ല. അത് നമ്മളെ വീട്ടിലുണ്ടാകണതിന് നല്ല ടേസ്റ്റാണ്. ഇത് കുഴിച്ചിടുമ്പോൾ നല്ല രീതിയിൽ നല്ല ഉറപ്പുള്ള കാലുമൊക്കെ കുഴിച്ചിടണം എന്നുള്ളൂ. പിന്നീട് നമുക്കിതിന് വലിയ നനയൊന്നും ആവശ്യമില്ല. അതുപോലെ വളപ്രയോഗം തന്നെ വലിയ രീതിയിലൊന്നും വേണ്ട. എന്നാൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഫ്രൂട്ടൊക്കെ അതിന്മേൽ കിട്ടുക തന്നെ ചെയ്യും. ഇത് പിന്നെ സപ്പോട്ട പിന്നെ ഒരു മരം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള സപ്പോട്ടൊക്കെ അതിന്മേൽ തന്നെ കിട്ടും. ഇതിപ്പോൾ നമുക്ക് കിളികളൊക്കെ കൊണ്ടുപോകാതെ ഇങ്ങനെ ഓരോന്ന് പിന്നെ കവർ ചെയ്തൊക്കെ വെക്കണം എന്നുള്ളൂ. നല്ല രീതിയിൽ തന്നെ അതിന്മേൽ തന്നെ ഉണ്ടായി കിട്ടും. പിന്നെ ഇത് മാവ്. ഇത് നമ്മൾ വലിയ മരത്തുമെന്നൊക്കെ ലെയർ ചെയ്തെടുത്തിട്ട് തൈയൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ശേഷം ഇങ്ങനെ ഡ്രമ്മിലൊക്കെ വെച്ചിട്ടുള്ളതാണ്. ഇതിപ്പോൾ പൂവിട്ടതാണ് കഴിഞ്ഞ പ്രാവശ്യം. ഇതിപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. വലിയ മാവുമെന്ന് അതിൻ്റെ കൊമ്പ് ലെയർ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ട് തൈയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഡ്രമ്മിലൊക്കെ വെച്ചിട്ടുള്ളതാണ്. ഇത് കുളമ്പ് മാവാണ്. ഇതിൻ്റെ മാങ്ങയൊക്കെ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. നന്നായിട്ടുണ്ടാവും ചെയ്യും. പിന്നെ എല്ലാ മാങ്ങ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഇതുണ്ടായി കിട്ടും ചെയ്യും. പച്ചക്കായിട്ടും പഴുത്തിട്ടൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ള മാവാണ്. ഇത് നമ്മൾ മുൻപ് വലിയ മരത്തിൻ്റെ മുൻപ് ഞാൻ കാണിച്ചില്ല. അതിൻ്റെ കൊമ്പ് ലെയർ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ ഇത്. ഇപ്പം നമുക്ക് സ്ഥലമൊക്കെ ഇല്ലാത്തവർക്കൊക്കെ ഇതുപോലെ നമുക്ക് വലിയ ഡ്രമ്മൊക്കെ വാങ്ങിയിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ ഈ രീതിയിലൊക്കെ ഉണ്ടാക്കിയെടുത്താൽ ഇതുമ്പോൾ തന്നെ നമുക്ക് മാങ്ങയൊക്കെ ഉണ്ടായി കിട്ടും. ഇതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പൂവിട്ട് പോയതാണ്. അതുപോലെ ഇത് മൾബറിയാണ്. ഇതിങ്ങനെ വലിയ മൾബറിയാണ്. ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുള്ളത് തന്നെയാണ്. ഇതിപ്പോൾ നമുക്ക് 2 കളറിലുള്ളുണ്ട് ഇവിടെ. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വാങ്ങി വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല കുട്ടികൾക്കാണെങ്കിൽ വലിയവർക്കൊക്കെ ആണെങ്കിൽ കഴിക്കാനൊക്കെ നമ്മൾ ചെറിയ മൾബറി കഴിക്കണ പോരല്ലേ. ഇത് അത്യാവശ്യം കഴിക്കാനുള്ള വലുപ്പം തന്നെ ഉണ്ട്. ഇതൊരു കൊമ്പ് ഉണ്ടാക്കിയിട്ട് പിന്നെ നമുക്ക് പ്രൂൺ ചെയ്ത് ഇങ്ങനെ നിർത്തിയാൽ തന്നെ നല്ല രീതിയിൽ ഉണ്ടായി കിട്ടും ചെയ്യും. ഇതൊന്ന് വാങ്ങി വെച്ചാലൊക്കെ നല്ലതാണ്. ഇതുണ്ടായി കിട്ടുന്നുണ്ട്. ഇഷ്ടം പോലെ ഉണ്ടാവുന്നുമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വാങ്ങി വെച്ചിട്ടുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഇതാ നല്ല നീളത്തിലാണ് ഇതിൻ്റെ ഓരോ പഴങ്ങളും ഇരിക്കുന്നത്. നല്ല രീതിയിൽ ഉണ്ടായി കിട്ടുന്നുമുണ്ട്.
അപ്പോൾ ഇതെന്തായാലും നമുക്കൊന്ന് വാങ്ങി വെക്കാൻ പറ്റിയത് തന്നെയാണ്. ഇതിൻ്റെ ഇപ്പം നമുക്ക് 2 കളറുണ്ട് നമ്മളെ അടുത്തുള്ളത്. അപ്പോൾ നമ്മൾ പല തൈകളും അതും ഇതൊന്നും വാങ്ങി വെക്കാതെ നമുക്കിങ്ങനെ വേഗം ഉണ്ടായി കിട്ടുന്ന കുറച്ച് തൈകളൊക്കെ വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടായി കിട്ടും ചെയ്യും. പിന്നെ ഉള്ളതാണ് മാങ്കോസ്റ്റ്. ഇത് നമ്മൾ അത്യാവശ്യം വലിയ തൈ വാങ്ങിയതായിരുന്നു. കൊണ്ടുവരുമ്പോൾ തന്നെ പൂവൊക്കെ ഇട്ടിട്ടുള്ള ആ രീതിയിലുള്ളത് വാങ്ങിയതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കായ്ച്ച് കിട്ടും ചെയ്തു. ഇത് ആദ്യം തന്നെ ഒരു 8 എണ്ണമൊക്കെ ഉണ്ടായി. പിന്നത്തെ വർഷം അതിനേക്കാളും കുറച്ചുകൂടി കൂടുതലുണ്ടായി. പിന്നെ ഇപ്പോൾ പ്രാവശ്യമൊക്കെ പിന്നെ ഈ കാലാവസ്ഥ അതുകൊണ്ട് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ അത് എല്ലായിടത്തും ആ രീതിയിൽ തന്നെയാണെന്നൊക്കെ പറയുന്നത് കേട്ടിരുന്നു. ഇതിപ്പോൾ ആപ്പിളിൻ്റെ തൈ അത് നമുക്ക് ഉണ്ടായി കിട്ടിയിട്ടില്ല. അങ്ങനെ ഉണ്ടാവാത്തതുണ്ട് പല തൈകളും. പിന്നെ ഇത് ഇപ്പം വാങ്ങി വെച്ചിട്ട് പലയിടത്തും ഉണ്ടായി കിട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്നത്, പക്ഷെ നമുക്ക് ഉണ്ടായിട്ടില്ല. നമ്മളിതുപോലെ ഇങ്ങനെ അതിലാണ് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ഓരോ ഇങ്ങനത്തെ പോട്ടിലാണ് വാങ്ങി വെച്ചിട്ടുണ്ട്. എയർപോർട്ട് കയറി ഇങ്ങനത്തെ പോട്ടിൽ വാങ്ങിയിട്ട് വെച്ചതാണ്. ഇത് വെച്ചിട്ടൊക്കെ കുറച്ച് കാലമായിട്ടുണ്ട്. ഇതുവരെ ഉണ്ടായി കിട്ടിയിട്ടില്ല. ഇത് സ്വീറ്റ് ലൂബിയാണ്. ഇത് ഉണ്ടായിട്ടുണ്ട്. ഇത് വാങ്ങി വെച്ചാലും കുഴപ്പമില്ല. അതൊക്കെ കായ്ച്ച് കിട്ടിയതാണ്. പിന്നെ ഇപ്പം നമുക്ക് പിന്നെ ചക്കയും മാങ്ങയൊക്കെ വേറെയും പല തൈകളും ചെറുതൊക്കെ വാങ്ങി അതൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാതും കൂടി ഉൾപ്പെടുത്തിയാൽ വീഡിയോ ഒരുപാട് ലെങ്തായിട്ട് പോവില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ മാവും പ്ലാവും ഒക്കെ കുറേ കായ്ച്ച് കിട്ടിയിട്ടുണ്ട്. അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ ഇത് ഒലസാപ്പമാണ്. ഇതൊന്നും നമുക്ക് കായ്ച്ച് കിട്ടാത്തതാണ്. ഇതൊക്കെ അത്യാവശ്യം നല്ല വലുതായിട്ടുണ്ട്. പക്ഷെ ഇതുവരെ കായ്ച്ചിട്ടില്ല. ശർക്കരപ്പഴം എന്നൊക്കെ പറയില്ലേ, ശർക്കരയുടെ ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്കത് കായ്ച്ച് കിട്ടിയിട്ടില്ല. അതുപോലെ അർസാബോ എന്ന് പറഞ്ഞ ആ ചെടി ഉണ്ടല്ലോ, അതിൻ്റെ ഫ്രൂട്ടൊക്കെ ജ്യൂസ് അടിക്കാൻ പറ്റും. ഇതാണത്. ഇതും അതുപോലെ നമുക്ക് കായ്ച്ച് കിട്ടിയിട്ടില്ല. അതൊരു പുളിയോടെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ്, ജ്യൂസൊക്കെ അടിക്കാമെന്നൊക്കെ പറഞ്ഞ് വാങ്ങിയതാണ്. പക്ഷെ അത് നമുക്ക് കായ്ച്ച് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലത്തതൊക്കെ വാങ്ങി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒക്കെ കായ്ച്ച് കിട്ടണേ. നമ്മളെ വീട്ടിലൊക്കെ കായ്ച്ചത് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക്